16 വർഷം അലോപ്പതി ചികിത്സ, വയറ്റിൽ കുടുക്കിയ ട്യൂബ്, അക്യുപഞ്ചർ ചികിത്സയിലൂടെ പുറത്തുപോയ അനുഭവമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദത്തിന് നീണ്ട 14 വർഷമായി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ അലോപ്പതി മരുന്നുകൾ മുഴുവൻ ഉപേക്ഷിച്ച് 5 വർഷക്കാലത്തോളമായി ഒരു മരുന്നും കൂടാതെ സ്വസ്ഥമായി ജീവിക്കുന്ന സുന്ദര അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. വർഷങ്ങളായി ഹോർമോൺ ഇംബാലൻസിനായി കഴിച്ചുകൊണ്ടിരുന്ന അലോപ്പതി മെഡിസിൻസ് ഒഴിവാക്കി കഴിഞ്ഞ 5 വർഷമായി ഒരു മരുന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്നു. 40 വർഷമായിട്ട് മരുന്ന് വെച്ച് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ 6 വർഷമായിട്ട് ഒരു മരുന്നും കഴിക്കണമെങ്കിൽ അക്യുപഞ്ചർ ചികിത്സയിലാണ് ഇപ്പോഴും. അക്യുപഞ്ചർ ചികിത്സ കഴിഞ്ഞ് രോഗം മാറി എഴുന്നേറ്റ് നടന്ന് വെരിക്കോസിൻ്റെ അസുഖങ്ങളൊക്കെ മാറി ഇപ്പോൾ ഞാൻ അക്യുപഞ്ചർ പഠിച്ച് ട്രീറ്റ്മെൻറ്റ് വേറെ ആൾക്കാർക്ക് ചെയ്തിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പ്രയാസം എൻ്റെ 2 കൈയിലും ഉണ്ടായിരുന്നു. വിരലുകൾ നല്ല വേദനയായിരുന്നു. സർജറി ഇല്ലാതെ ഒരു പിന്നു പോലും ഇനി നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എമർജൻസി സർജറിയും പറഞ്ഞതാണ്. 9 വർഷമായി ഇപ്പോൾ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ അൽഹംദുലില്ലാ അത് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. നിരവധി വർഷം അലോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. പക്ഷേ ഇന്ന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ അക്യുപഞ്ചർ ചികിത്സ എന്ന മഹത്തായ ചികിത്സ വഴിയിലെത്തിപ്പെട്ടതുകൊണ്ട് ഒരു മരുന്നുമില്ല, നിർഭയത്വത്തോടുകൂടി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു ആശ്വാസം തന്നെ. എന്നെപ്പോലെ ഒരുപാട് പ്രവാസികളും അല്ലാത്തവരുമായ ആളുകൾ ഇത്തരം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ അവർ അക്യുപഞ്ചറിനെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ തന്നെ വൻ വിജയമായിരിക്കും. 10 വർഷമായിട്ട് അപസ്മാരത്തിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു 2.5 വർഷമായിട്ട് അക്യുപഞ്ചർ വന്നതിന് ശേഷം അതറിഞ്ഞത് മുതൽ ഒരു 2.5 വർഷം കഴിഞ്ഞു. അൽഹംദുലില്ലാ മരുന്നൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുക. അൽഹംദുലില്ലാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഷങ്ങളോളമായിട്ട് ഷുഗറിനും അതേപോലെ BP-ക്കും മരുന്ന് കഴിച്ചിരുന്ന ആളായിരുന്നു. എൻ്റെ ഭർത്താവും അത് തന്നെ ആയിരുന്നു. 10 വർഷത്തോളം മരുന്ന് കഴിച്ചിരുന്നു. പക്ഷേ ഞാൻ ഈ അക്യുപഞ്ചർ പഠിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ആരും 15 വർഷത്തോളമായിട്ട് ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ ഉണ്ടായ ഒരു അനുഭവം. അസ്സലാമു അലൈക്കും. എനിക്ക് 11 വർഷത്തോളം ഓരോ 1.5 മാസം കൂടുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരാളായിരുന്നു. ലോ BP ആയിട്ട് തലകറക്കവും കണ്ണ് കാണാൻ പറ്റാത്തൊക്കെ ഒരവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. അക്യുപങ്ക്ചറിലൂടെ ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അക്യുപങ്ക്ചർ പഠനത്തിലൂടെ എൻ്റെ വീട്ടിലുള്ള ആരും ഏകദേശം 10-12 പേര് ഇപ്പോൾ ഒരു മരുന്നും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അതുപോലെ എൻ്റെ ഉമ്മയുടെ കൈയുടെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല. ഇതിൽ കൂടെ തന്നെയാണ് അൽഹംദുലില്ലാ മാറിയിട്ടുള്ളത്. ഞാൻ ഡിപ്രഷനായിട്ട് മരുന്നൊക്കെ കഴിച്ചിരുന്ന ഒരാളായിരുന്നു. ഏകദേശം ഒരു 21 വർഷത്തോളം പല മരുന്നുകളും ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് ഒരു മരുന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ് എനിക്ക് ഇപ്പോൾ ആശ്വാസം. പൂർണ്ണമായിട്ടും മനസ്സമാധാനത്തോടു കൂടി ഞാൻ ജീവിച്ചു പോകുന്നത് ഈ ചികിത്സയിലൂടെയാണ്. നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് എൻ്റെ ഒരു 3 വർഷം മുമ്പ് ആണ് അലോപ്പതി മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്തത്. ശരിക്കും ഉമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുടുംബത്തിൽ പലർക്കും ഈ പറഞ്ഞ പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്യുപഞ്ചറിൻ്റെ ആ മാധുര്യം ആസ്വദിച്ച് തുടങ്ങിയത് മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിക്കും ഒരുപാട് അസ്വസ്ഥതകൾ ഈ അക്യുപഞ്ചർ ചികിത്സയിലൂടെ നമുക്ക് മാറിയിട്ടുണ്ടെന്നുള്ള സാക്ഷ്യപത്രമാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോരുത്തരും ആലോചിക്കുന്നുണ്ടാവും, ചിലപ്പം ഈ അലോപ്പതി മരുന്ന് എങ്ങനെ നിർത്തുമെന്ന് പേടിക്കുന്ന ആൾക്കാരുണ്ടാവും. പറയാനുള്ളത് ധൈര്യമായിട്ട് നിർത്തിക്കഴിഞ്ഞതിന് ശേഷം അക്യുപഞ്ചറിലേക്ക് വരിക. നിങ്ങൾക്ക് ഏവർക്കും ഒരു പുതിയ ജീവിതം ആസ്വദിക്കാം എന്ന് മാത്രം ഇപ്പോൾ പറയും.